നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറിസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സ് ഇന്നലെ സമ്മാനിക്കുകയുണ്ടായി. അതിൽ റയൽ മാഡ്രിഡ് ആണ് ഈ വർഷത്തെ മികച്ച ടീമിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത്. ടീം ഓഫ് ദി ഇയർ പുരസ്കാരം റയൽ മാഡ്രിഡിന്. അവാർഡ് ഡാനി കർവാഹലും ലൂക്ക മോഡ്രിച്ചും ഒക്കെ ചേർന്നുകൊണ്ട് സ്വീകരിക്കുകയുണ്ടായി. അതിനുശേഷം ലൂക്ക മോഡ്രിച്ച് റയലിൻ്റെ ആ ഒരു നേട്ടത്തെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, ലോറിസ് ഓർഗനൈസേഴ്സിന് ഞങ്ങൾ റയൽ മാഡ്രിഡിൻ്റെ ഭാഗമായിട്ട് നന്ദി പറയുകയാണ്. ഈ ഒരു അവാർഡ്, ഈ പ്രസ്റ്റീജിയസ് അവാർഡ് നേടാനായതിൽ ഞങ്ങളുടെ ടീം വളരെയധികം അഭിമാനം കൊള്ളുന്നു. ഞങ്ങൾക്കൊരു ഗ്രേറ്റ് സീസൺ ആയിരുന്നു കഴിഞ്ഞു പോയത്. ഒരുപാട് ട്രോഫീസ് ഞങ്ങൾ നേടുകയും ചെയ്തു. എക്സലൻറ്റ് പെർഫോമൻസ് ആണ് കളിക്കളത്തിൽ ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. റയൽ മാഡ്രിഡ് എപ്പോഴും നമ്മളെ ഹയസ്റ്റ് ലെവലിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ വേണ്ടി നമ്മളെ നിർബന്ധിക്കും. അതാണ് ഞങ്ങൾ കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ അവാർഡ് ഞങ്ങൾ പൂർണ്ണമായും അർഹിച്ചതാണ് എന്നാണ് ലൂക്ക മോഡ്രിച്ച് പറഞ്ഞത്. ഏതായാലും കഴിഞ്ഞ വർഷത്തെ റയലിൻ്റെ പ്രകടനം അത്തരത്തിലായിരുന്നു. നേരത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ ലോറിസ് അവാർഡ്, കായിക രംഗത്തെ ലോറിസ് അവാർഡ്, അതിൽ വേൾഡ് ടീം ഓഫ് ദി ഇയർ പുരസ്കാരം ഇതാ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.